കോർപ്പറേറ്റ് ലോകത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഉദ്ദേശിച്ച കാര്യം എന്തും വിധേനയും നേടിയെടുക്കാൻ മടിയില്ലാത്ത ഒരു രാക്ഷസനാണ് വിക്രം. പണം, സൗന്ദര്യം, സ്വാധീനം എല്ലാം അവൻ്റെ കൈവെള്ളയിലാണ്. എന്നാൽ അവൻ്റെ ഓഫീസിൽ തികച്ചും സാധാരണക്കാരിയായി ജോലി ചെയ്യുന്ന അനഘ എന്ന പെൺകുട്ടിയുടെ മേൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. സന്ധ്യ മയങ്ങിയ സമയം. ഓഫീസിലെ ജീവനക്കാരെല്ലാം വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. തൻ്റെ മേശപ്പുറത്തെ ഫയലുകൾ ഒതുക്കിവെച്ച് ബാഗുമെടുത്ത് ഇറങ്ങാൻ തുനിഞ്ഞ അനഘയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ബോസ് വിക്രം അവളുടെ മുന്നിലേക്ക് വന്നു. അവൻ്റെ കണ്ണുകളിൽ ഭയപ്പെടുത്തുന്ന ഒരു തിളക്കമുണ്ടായിരുന്നു. അവളുടെ വഴി മുടക്കിക്കൊണ്ട് വിക്രം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "എൻ്റെ അടുക്കൽ പണവും സൗന്ദര്യവും സ്വാധീനവുമെല്ലാം ഉണ്ട്. നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. പക്ഷേ നീ എൻ്റെതായി മാറണം." ആ വാക്കുകൾ കേട്ട് അനഘ ഞെട്ടിപ്പോയി. സ്വന്തം ചെവികളെപ്പോലും വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഭയവും ദേഷ്യവും ഒരുപോലെ അവളിൽ ഇരച്ചു കയറി. എന്നാൽ ഒട്ടും പതറാതെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "സർ, വിചാരിക്കുന്നത് പോലൊരു ബന്ധത്തിന് എന്നെ കിട്ടില്ല. ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല." അവളുടെ ആ ഉറച്ച മറുപടി വിക്രമിൻ്റെ ഉള്ളിലെ മൃഗത്തെ ഉണർത്തുകയായിരുന്നു. തോൽവി ശീലമല്ലാത്ത അവൻ പെട്ടെന്ന് അവളെ കൈകളിൽ പിടിച്ചമർത്തി അവളുടെ മേൽ വീണ് കീഴടങ്ങാൻ ശ്രമിച്ചു. ആ വിജനമായ ഓഫീസിൽ അവൾ അതുവത് ശ്രമിച്ചു കുതിരെയെങ്കിലും അവൻ്റെ ബലമുള്ള കൈകളുടെ പാടുകൾ അവളുടെ ശരീരത്തിൽ ആഴത്തിൽ പതിഞ്ഞു. അവനിൽ ഒളിച്ചിരുന്ന മൃഗം പുറത്തു വരികയായിരുന്നു. അവൻ്റെ കടുപ്പമേറെ പിടുത്തത്തിൽ നിന്ന് സർവ്വശക്തിയുമെടുത്ത് അവനെ തള്ളിമാറ്റി. ബാഗും ഉപേക്ഷിച്ച് അനഘ പുറത്തേക്ക് ഓടി. ലിഫ്റ്റിനായി കാത്തു നിൽക്കാതെ പടവുകൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ അവളുടെ ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി. അവൻ്റെ വിരലുകൾ അമർന്ന പാടുകളോടെ അവൾ തെരുവിലേക്ക് പാഞ്ഞെത്തി. കണ്ണീർ കാഴ്ചയെ മറക്കുമ്പോഴും അവൾ ഓടുകയായിരുന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. വാതിൽ തുറന്ന അമ്മ അവളുടെ അവസ്ഥ കണ്ട് ഭയന്നുപോയി. "എന്താടി പറ്റിയേ? ആരെങ്കിലും ഉപദ്രവിച്ചോ?" എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചെങ്കിലും ഒന്നും പറയാനാകാതെ അവൾ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ഷവറിന് കീഴിൽ നിന്ന് അവൾ മണിക്കൂറോളം കരഞ്ഞു. തൻ്റെ ശരീരത്തിൽ പതിഞ്ഞ അവൻ്റെ സ്പർശനത്തിൻ്റെ പാടുകൾ കഴുകിക്കളയാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. "എന്തുകൊണ്ട് ഞാൻ?" എന്ന ചോദ്യം മാത്രം അവളുടെ മനസ്സിൽ മുഴങ്ങിക്കേട്ടു. അടുത്ത ദിവസം രാവിലെ ഇനി ആ ഓഫീസിലേക്ക് പോകില്ലെന്ന് ഉറപ്പിച്ചാണ് അനഘ കണ്ണു തുറന്നത്. എന്നാൽ അവളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു. അത് വിക്രമിൻ്റേതായിരുന്നു. "നീ ഇന്ന് ഓഫീസിൽ വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ പാപ്പരാക്കാൻ എനിക്ക് 1 മിനിറ്റ് മതി. നിന്റെ അനിയൻ്റെ കോളേജ് പ്രവേശനം റദ്ദാക്കാനും എനിക്ക് കഴിയും. മര്യാദക്ക് 10 മണിക്ക് മുമ്പ് എൻ്റെ ക്യാബിനിൽ എത്തണം." മെസ്സേജ് വായിച്ചതും അനഘയുടെ കൈകൾ വിറച്ചു. അവൻ വെറുമൊരു മറുതനകനല്ല, തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കൽപ്പുള്ള ഒരു ശക്തിയാണെന്ന് അവൾക്ക് മനസ്സിലായി. പേടിച്ച വിറക്കുന്ന ശരീരത്തോടെ അവൾ വീണ്ടും അതേ ഓഫീസിലേക്ക് നടന്നു. ഓഫീസിലെത്തിയ അവൾ വിക്രമിൻ്റെ ക്യാബിൻ്റെ വാതിലിൽ മുട്ടി. "കമീൻ." അകത്തുനിന്ന് ശാന്തവും എന്നാൽ ഗൗരവമുള്ളതുമായ ശബ്ദം കേട്ടു. അവൾ അകത്തേക്ക് കടന്നു. ഇന്നലെ രാത്രിയിലെ ക്രൂരനായ രാക്ഷസൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തികച്ചും മാന്യനായ ഒരു ബിസിനസ്സുകാരനെ പോലെ അവൻ തൻ്റെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുത്ത് അവളെ നോക്കിയൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു, "ഓ, ഒടുവിൽ നീ വന്നു. കൊള്ളാം. നിനക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്." അവൾ പല്ല് കടിച്ച് ദേഷ്യം അടക്കി പിടിച്ച് ചോദിച്ചു, "നിങ്ങൾക്ക് എന്താ വേണ്ടത് സാർ? എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോളൂ. പ്ലീസ്, എന്നെ വെറുതെ വിടൂ." വിക്രം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ ഓരോ ചുവടിലും അവൾ പിന്നോട്ട് മാറി. ഒടുവിൽ ചുമരിൽ തട്ടി നിന്നു. അവൻ അവളുടെ മുഖത്ത് നിന്ന് തൊട്ടടുത്ത് വന്ന് അവളുടെ കവിളിൽ ഇന്നലെ വീണ പാടിലേക്ക് വിരലോടിച്ചു. അവൾ ഭയത്തോടെ കണ്ണടച്ചു. "നിന്നെ പിരിച്ചുവിടാനോ? ഏയ്, ഒരിക്കലുമില്ല." അവൻ അവളുടെ കാതുകളിൽ പതുക്കെ പറഞ്ഞു, "നീ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. ഇനി മുതൽ ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ ഉണ്ടാകും. എൻ്റെ ബിസിനസ് ട്രിപ്പുകളിൽ, എൻ്റെ മീറ്റിങ്ങുകളിൽ ഞാൻ അതിന് സമ്മതിക്കില്ല." അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അലറി.
വിക്രം ചിരിച്ചു. നിനക്ക് വേറെ വഴിയില്ല അനഘ. അടുത്ത ആഴ്ച ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ്, ഒരു ബിസിനസ് ഡീലിനായി. നീയും എൻ്റെ കൂടെ വരുന്നുണ്ട്. നിന്റെ പാസ്പോർട്ടും വിസയും ശരിയാക്കാൻ ഞാൻ ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവൾ തകർന്നു പോയി. ഈ ക്രൂരൻ്റെ പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ? ലണ്ടൻ യാത്രയുടെ ദിവസം എത്തിച്ചേർന്നു. വിക്രമിൻ്റെ പ്രൈവറ്റ് ജെറ്റിലായിരുന്നു യാത്ര. വിമാനത്തിൽ വിക്രമിൻ്റെ ഏതാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമാണുണ്ടായിരുന്നത്. വിമാനം ഉയർന്നതോടെ വിക്രം തൻ്റെ കോട്ട് അഴിച്ചു വെച്ച് അനഘയുടെ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. അവനൊരു ഗ്ലാസ് വൈൻ അവൾക്ക് നേരെ നീട്ടി. അവൾ അത് നിരസിച്ചു. നീ എത്ര കാലം എന്നെ ഇങ്ങനെ വെറുക്കും അനഘ? അവൻ ചോദിച്ചു. എൻ്റെ അവസാന ശ്വാസം വരെ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. വിക്രം പതുക്കെ ചിരിച്ചു. വെറുപ്പും ഒരു തരം ആഴമുള്ള വികാരമാണ്. സ്നേഹമില്ലെങ്കിൽ വേണ്ട, നിന്റെ ഈ വെറുപ്പ് എനിക്ക് മതി. പക്ഷേ ഓർത്തു വെച്ചോ, നീ എൻ്റേത് മാത്രമാണ്. ലണ്ടനിലെത്തിയ ശേഷം അവൾ താമസിച്ചത് ഒരു ആഡംബര ഹോട്ടലിൻ്റെ റെസിഡൻഷ്യൽ സ്യൂട്ടിലായിരുന്നു. അനഘയ്ക്ക് പോകാൻ വേറെ മുറിയില്ലായിരുന്നു. അവൻ അവളെ തൻ്റെ മുറിയിൽ തന്നെ നിർത്തി. രാത്രിയായപ്പോൾ അവൻ കുളിച്ചൊരു ടവൽ മാത്രം ഉടുത്ത് പുറത്തേക്ക് വന്നു. അവൾ ഭയത്തോടെ ബെഡ്റൂമിൻ്റെ മൂലയിലേക്ക് മാറി നിന്നു. അവൻ പതുക്കെ അവളിലേക്ക് അടുക്കാൻ തുടങ്ങി. അവളുടെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി. വിക്രം അവളുടെ തൊട്ടടുത്തെത്തി. അവളോട് ചേർന്ന് നിന്നു. എന്നാൽ പെട്ടെന്ന് ഹോട്ടൽ മുറിയുടെ ഡോർബെല്ല ഉച്ചത്തിൽ അടിക്കാൻ തുടങ്ങി. വിക്രം അസ്വസ്ഥനായി. ആരാണ് ഈ സമയത്ത്? അവൻ പിറുപിറുത്തുകൊണ്ട് വാതിൽ തുറക്കാൻ പോയി. വാതിൽ തുറന്നതും പുറത്തു നിന്ന വ്യക്തിയെ കണ്ട് വിക്രമിൻ്റെ മുഖത്തെ ഭാവം മാറി. അനഘ വാതിലിലേക്ക് നോക്കി. പുറത്തുനിന്ന് തികച്ചും ആകർഷകമായ വ്യക്തിത്വമുള്ള വിക്രമിൻ്റെ ബിസിനസ് ലോകത്തെ ശത്രുവായിരുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ വിക്രമിനെ നോക്കി പറഞ്ഞു. ഹലോ വിക്രം, ലണ്ടനിലേക്ക് സ്വാഗതം. നിന്റെ ബിസിനസ് പങ്കാളി എന്ന നിലയിൽ നിന്നെ കാണാൻ വന്നതാണ്. അല്ല, ഈ പെൺകുട്ടി ആരാണ്? സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ വിക്രമിൻ്റെ പിന്നിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന അനഘയിൽ പതിഞ്ഞു. അവളുടെ കണ്ണുകളിലെ പേടിയും അവൾ നേരിടുന്ന സാഹചര്യവും ഒറ്റ നോട്ടത്തിൽ തന്നെ സിദ്ധാർത്ഥ തിരിച്ചറിഞ്ഞു. വിക്രം ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് സിദ്ധാർത്ഥ്. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകണം. എന്നാൽ സിദ്ധാർത്ഥ അകത്തേക്ക് ഒരടി വെച്ചു അവൻ്റെ അനഘയെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു. നിനക്കെൻ്റെ ഹെൽപ്പ് എന്തേലും വേണോ കുട്ടി? അനഘയുടെ കണ്ണുകൾ ഒരു പ്രതീക്ഷയുടെ മിന്നൽ തിളങ്ങി. എന്നാൽ വിക്രം പെട്ടെന്ന് അവൾ സിദ്ധാർത്ഥിനിടയിൽ കയറി സിദ്ധാർത്ഥിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. സിദ്ധാർത്ഥിൻ്റെ ചോദ്യവും അനഘയുടെ കണ്ണുകളിലെ ഭയവും കണ്ടപ്പോൾ വിക്രമിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അവൻ സിദ്ധാർത്ഥിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ആഞ്ഞു പിടിച്ചു. മര്യാദക്കെൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോട സിദ്ധാർത്ഥ്. എൻ്റെ കാര്യങ്ങൾ തലയിടാൻ നീ വളർന്നിട്ടില്ല. വിക്രം പല്ലുകടിച്ച് അലറി. എന്നാൽ സിദ്ധാർത്ഥ് ഒട്ടും പതറാതെ വിക്രമിൻ്റെ കൈകൾ പതുക്കെ തട്ടിമാറ്റി. അവൻ തൻ്റെ ഷർട്ടിൻ്റെ കോളർ ഒതുക്കിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു. വിക്രം, ഇത് ഇന്ത്യയല്ല, ലണ്ടനാണ്. ഇവിടെ നിൻ്റെ ഈ ഗുണ്ടായിസം നടപ്പില്ല. പിന്നെ ഈ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് ഭയമാണ്. സിദ്ധാർത്ഥ് അനഘയ്ക്ക് നേരെ തിരിഞ്ഞു. തനിക്ക് പേടിയുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. ഇവനിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. അനഘ വിക്രമിനെയും സിദ്ധാർത്ഥിനെയും മാറി മാറി നോക്കി. വിക്രമിൻ്റെ കണ്ണുകളിൽ ഭീഷണിയും ക്രോധവും കത്തുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ ഒരു സുരക്ഷിതത്വം അവൾക്ക് അനുഭവപ്പെട്ടു. ഒന്നും ചിന്തിക്കാൻ സമയം നിൽക്കാതെ അവൾ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിക്രം പായുന്ന പുലിയെപ്പോലെ അവരെ തടയാൻ അടുത്തേക്ക് ആഞ്ഞെടുത്തു. എന്നാൽ സിദ്ധാർത്ഥ് ഒട്ടും വൈകാതെ വിക്രമിൻ്റെ മുഖത്തേക്ക് ശക്തമായ ഒരു പഞ്ച് കൊടുത്തു. വിക്രം ചുവരിലേക്ക് തെറിച്ചു വീണു. ആ നിമിഷത്തിൽ തന്നെ സിദ്ധാർത്ഥ് അനഘയുടെ കൈപിടിച്ച് മുറിക്ക് പുറത്തേക്ക് പോയി ഓടി. സ്യൂട്ടിൻ്റെ ഇടനാഴിയിലൂടെ അവർ ഓടുമ്പോൾ പിന്നിൽ വിക്രമിൻ്റെ അലർച്ച കേൾക്കാമായിരുന്നു. അനഘ, നീ എവിടെ പോയാലും നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരും. സിദ്ധാർത്ഥിൻ്റെ കാറിൽ കയറിയ ശേഷമാണ് അനഘയ്ക്ക് ശ്വാസം നേരെ വീണത്.
അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. കരച്ചിലടക്കാൻ കഴിയാതെ അവൾ സീറ്റിലേക്ക് ചാഞ്ഞു. സിദ്ധാർത്ഥ് വണ്ടി പതുക്കെ മുന്നോട്ടെടുത്ത് കാറിൽ ഒരു കുപ്പിവെള്ളം അവൾക്ക് നേരെ നീട്ടി. പേടിക്കണ്ട, ഇനി അവൻ നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ കൂടെയുണ്ട്. അവൾ വെള്ളം വാങ്ങി കുടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. നന്ദി സാർ, ഇന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ. എന്നെ സാറെന്ന് വിളിക്കേണ്ട, സിദ്ധാർത്ഥെന്ന് വിളിച്ചാൽ മതി, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും വിക്രമിനെ പോലെ ഒരു രാക്ഷസൻ്റെ കൂടെ നീ എങ്ങനെയാ ലണ്ടനിൽ എത്തിയത്? എന്താണ് നിങ്ങളുടെ ഇടയിൽ നടന്നത്? കരച്ചിനിടയിലൂടെ അനഘ താൻ നേരിട്ട എല്ലാ പീഡനങ്ങളും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി അവൻ തന്നെ ലണ്ടനിലേക്ക് കൊണ്ടുവന്ന കാര്യവുമെല്ലാം സിദ്ധാർത്ഥിനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖം ഗൗരവമുള്ളതായി. വിക്രം ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു മൃഗമാണ്. അവന് പണവും അധികാരവും ഉപയോഗിച്ച് എല്ലാം നേടിയെടുത്ത ശീലമാണ്. പക്ഷേ ഇനി അവൻ നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സിദ്ധാർത്ഥ് അവളെ ലണ്ടൻ നഗരത്തിൻ്റെ ഭ്രാന്തപ്രദേശത്തുള്ള തൻ്റെ മനോഹരമായ കോട്ടേജിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ അവൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണവും ക്രമീകരിച്ചു കൊടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. സിദ്ധാർത്ഥിൻ്റെ സാമീപ്യം അനഘയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അവൻ വളരെ മാന്യമായും സ്നേഹത്തോടെയുമാണ് അവളോട് പെരുമാറിയത്. വിക്രമിൻ്റെ പേടി സ്വപ്നങ്ങളിൽ നിന്ന് അവൾ പതുക്കെ മോചിതയാകാൻ തുടങ്ങി. സിദ്ധാർത്ഥിനോട് അവൾക്ക് ബഹുമാനവും പതുക്കെ ഒരു പ്രത്യേക ഇഷ്ടവും തോന്നിത്തുടങ്ങി. എന്നാൽ വിക്രം വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഒരു രാത്രി സിദ്ധാർത്ഥിൻ്റെ കോട്ടേജിൽ അനഘ തനിച്ചായിരുന്ന സമയം സിദ്ധാർത്ഥ് ഒരു ബിസിനസ് മീറ്റിങ്ങിനായി പുറത്തു പോയതായിരുന്നു. പെട്ടെന്ന് കോട്ടേജിൻ്റെ പ്രധാന വാതിൽ ശക്തിയായി തകർക്കപ്പെട്ടു. ഭയന്നു വിറച്ച അനഘ ഹാളിലേക്ക് ഓടിയെത്തി. വാതിൽക്കൽ കയ്യിൽ ചോരയിട്ടുന്ന കത്തിയും പിടിച്ച് കലി പൂണ്ട കണ്ണുകളോടെ വിക്രം നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പിന്നിൽ സിദ്ധാർത്ഥിൻ്റെ സുരക്ഷാ ജീവനക്കാർ ചോരയിൽ കുളിച്ചു കിടപ്പുണ്ടായിരുന്നു. വിക്രം! അനഘയുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. വിക്രം പതുക്കെ അവളിലേക്ക് നടന്നു വന്നു. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞുരന്നിരുന്നു. കണ്ണുകളിൽ ഭ്രാന്തമായ വെളിച്ചമായിരുന്നു. എന്നിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയോ നീ? അവൻ ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല അനഘ. നിനക്ക് ഞാൻ ജീവൻ തരാൻ തയ്യാറാണ്. പക്ഷേ നീ എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ കൊല്ലാനും മടിക്കില്ല. അവൻ അവളുടെ മുടിയിൽ ആഞ്ഞു പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചെടുത്തു. അവൻ്റെ ക്രൂരമായ സ്പർശനം വീണ്ടും അവളുടെ ശരീരത്തിൽ പടർന്നു. വിക്രം, പ്ലീസ് എന്നെ വിട്, അവൾ കരഞ്ഞപേക്ഷിച്ചു. വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ അവളുടെ മുഖത്തേക്ക് ആഞ്ഞു നോക്കി. നീ വിചാരിച്ചത് ആ സിദ്ധാർത്ഥ ഒരു നന്മമരമാണെന്നാണോ? അവൻ നിന്നെ രക്ഷിച്ചത് എന്നോടുള്ള പക വീട്ടാനാണ്. എൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കാൻ അവൻ നിന്നെ ഒരു ആയുധമാക്കുകയാണ്. അത് കേട്ട അനഘ ഞെട്ടിപ്പോയി. അല്ല, നീ നുണ പറയുകയാണ്. നുണയോ? വിക്രം ഉറക്കെ ചിരിച്ചു. നീ അവൻ്റെ മുറിയിൽ പോയി നോക്ക്. നിന്റെ ചിത്രങ്ങളും എൻ്റെ ബിസിനസ് ഫയലുകളും അവനവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവൻ നിന്നെ സ്നേഹിക്കുകയല്ല, എന്നെ തോൽപ്പിക്കാൻ നിന്നെ ഉപയോഗിക്കുകയാണ്. അതിനിടയിൽ കോട്ടേജിൻ്റെ മുറ്റത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. സിദ്ധാർത്ഥ് തിരികെ എത്തിയിരിക്കുകയാണ്. വിക്രം അനഘയുടെ കഴുത്തിൽ കത്തി അമർത്തി പിടിച്ചു. ഇന്ന് രാത്രി ഇതിനൊരു അന്ത്യമുണ്ടാകും അനഘ. ഒന്നുകിൽ നീ എൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ എൻ്റെ കൺമുന്നിൽ വെച്ച് ഞാൻ ആ സിദ്ധാർത്ഥിനെ ജീവനൊടുക്കും. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്ന് സിദ്ധാർത്ഥ കണ്ടത് അനഘയുടെ കഴുത്തിൽ കത്തിവെച്ച് നിൽക്കുന്ന വിക്രമിനെയാണ്. വിക്രം, അവളെ വിട്, സിദ്ധാർത്ഥ് അലറി. ഇല്ലടാ, വിക്രം ഭ്രാന്തമായി ചിരിച്ചു. നിന്റെ കളി ഞാൻ കണ്ടുപിടിച്ചു സിദ്ധാർത്ഥ്. ഇവളെ വെച്ച് എന്നെ തകർക്കാമെന്ന് നീ വിചാരിച്ചു? രണ്ട് പുലികൾ തമ്മിലുള്ള പോരാട്ടത്തിന് ആ മുറി വേദിയാകുകയായിരുന്നു. കോട്ടേജിൻ്റെ അകത്തളങ്ങളിൽ ശ്വാസമടക്കി പിടിച്ച നിമിഷങ്ങൾ. അനഘയുടെ കഴുത്തിൽ വിക്രമിൻ്റെ മൂർച്ചയേറിയ കത്തി അമർന്നു നിൽക്കുന്നു. വിക്രം, കത്തി താഴെ ഇടടാ. നിന്റെ പ്രശ്നം എന്നോടല്ലേ? അവളെ വെറുതെ വിട്. സിദ്ധാർത്ഥ് കൈകൾ മുന്നോട്ട് നോട്ടി പതുക്കെ അടിയൊടുപ്പിച്ചു. ഒരടി മുന്നോട്ട് വെച്ചാൽ ഇവളുടെ ശ്വാസം ഞാൻ ഇവിടെ വെച്ച് നിർത്തുമട. വിക്രം ഭ്രാന്തമായി അലറി. അവൻ അനഘയെ ചേർത്ത് പിടിച്ച് പിന്നോട്ട് മാറി. അനഘ, ഇവനോട് ചോദിക്ക്. എൻ്റെ കമ്പനിയുടെ രഹസ്യ ഫയലുകൾ ചോർത്താൻ ഇവൻ നിന്നെ ഉപയോഗിക്കുകയായിരുന്നില്ലേ എന്ന്.
ഇവൻ്റെ ലാപ്ടോപ്പിൽ നിന്റെ ഫോൺ കോൾ റെക്കോർഡിങ്ങുകൾ വരെയുണ്ട്. അനഘ കരഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സിദ്ധാർത്ഥ്, വിക്രം പറയുന്നത് സത്യമാണോ? നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ഒരു നിമിഷം പതർത്ത് നിഴലിച്ചു. അവൻ കണ്ണുകൾ താഴ്ത്തി. ആ ഭാവം മതിയായിരുന്നു അനഘക്ക് സത്യം മനസ്സിലാക്കാൻ. കണ്ടോ, വിക്രം അവളുടെ കാതിൽ ഭ്രാന്തമായ ചിരിയോടെ പറഞ്ഞു. ഈ ലോകത്ത് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ രാക്ഷസനായിരിക്കാം, പക്ഷേ നിന്നോട് ഞാൻ കാട്ടിയത് വ്യാജമായ സ്നേഹമല്ല. സിദ്ധാർത്ഥ് പെട്ടെന്ന് ഉറക്കി ചിരിച്ചു. അവൻ്റെ മുഖത്തെ സൗമ്യതയെല്ലാം മാറി ഒരു വില്ലൻ ഭാവം വന്നു. അതേടോ വിക്രം, ഇവൾ എനിക്ക് വെറുമൊരു ഇര മാത്രമായിരുന്നു. നിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, നിന്റെ കമ്പനി തകർക്കാൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധം. ഇവളുടെ സങ്കടം കണ്ട് ഞാൻ കൂടെ നിർത്തിയപ്പോൾ നീ ഇത്ര പെട്ടെന്ന് പ്രകോപിതനാകുമെന്ന് ഞാൻ കരുതിയില്ല. അനഘ ആകെ തകർന്നു. ഒരു വശത്ത് തന്നെ കായികമായി അടിച്ചമർത്താൻ നോക്കുന്ന മൃഗമായ വിക്രം, മറുശ്രമത്തിൽ രക്ഷകന്റെ മുഖംമൂടിയണിഞ്ഞ് തൻ്റെ കണ്ണീരിനെ ബിസിനസ് ആയുധമാക്കിയ സിദ്ധാർത്ഥ്. രണ്ടുപേരും തന്നോട് ചെയ്തത് ക്രൂരത മാത്രമാണ്. മതി. അനഘയുടെ ശബ്ദം താഴ്ന്നു. എന്നാൽ അതിൽ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. എന്താടി പറഞ്ഞത്? വിക്രം ചോദിച്ചു. എല്ലാവരും നിർത്ത്. അവൾ സർവ്വശക്തിയുമെടുത്ത് വിക്രമിൻ്റെ കയ്യിൽ കടിച്ചുകൊണ്ട് അവനിൽ നിന്നും കുതറി മാറി. കത്തി താഴെ വീണു. വേദന കൊണ്ടലറിയ വിക്രം അവളെ വീണ്ടും പിടിക്കാൻ ആഞ്ഞപ്പോയേക്കും അനഘ നിലത്തു നിന്ന് ആ കത്തി കയ്യിലെടുത്തു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വെട്ടിയിരുന്നു. പകരം ഭയമില്ലാത്ത ഒരു തീജ്വാല മാത്രമായിരുന്നു അവിടെ. അടുത്തേക്ക് വരരുത്. അവൾ കത്തി രണ്ടു പേർക്കും നേരെ ചൂണ്ടി. നീ പണം കൊണ്ടും അധികാരം കൊണ്ടും എന്നെ കീഴടക്കാൻ നോക്കി വിക്രം. നീ സ്നേഹം എന്ന് വിളിക്കുന്നത് ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനത്തെ ചവിട്ടി മെതിക്കലാണ്. ഇനി നീ എൻ്റെ മേൽ തൊട്ടാൽ ഞാൻ നിന്നെ കൊല്ലും. അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. വിക്രം ഒരടി പിന്നോട്ട് മാറി. അവളുടെ കണ്ണുകളിലെ ആ ഭാവം അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവൾ സിദ്ധാർത്ഥിനെ നേരെ തിരിഞ്ഞു. പിന്നെ നീ രക്ഷകന്റെ വേഷമിട്ട ചതിയാൻ. രണ്ടുപേരും ഒരുപോലെയാണ്. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സഹതാപമോ സ്നേഹമോ ആവശ്യമില്ല. അനഘ പിന്നോട്ട് നടന്ന് കോട്ടേജിൻ്റെ വാതിലിന് പുറത്തേക്ക് ഓടി. ലണ്ടനിലെ തണുത്തുറഞ്ഞ രാത്രിയിലേക്ക്, മഴയത്തേക്ക് അവൾ പാഞ്ഞിറങ്ങി. അനഘ! വിക്രം അവളുടെ പിന്നാലെ ഓടി. സിദ്ധാർത്ഥും അവരെ തടയാൻ പുറത്തേക്ക് വന്നു. മഴയത്ത് റോഡ് ക്രോസ് ചെയ്യാൻ ഓടിയ അനഘയുടെ മുന്നിലേക്ക് ഒരു വലിയ ട്രക്ക് ഹോണടിച്ചുകൊണ്ട് പാഞ്ഞു വന്നു. അനഘ, മാറ്! വിക്രമിൻ്റെ അലർച്ച അന്തരീക്ഷത്തിൽ മുഴങ്ങി. വിക്രം ഒട്ടും ആലോചിക്കാതെ അനഘയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളെ റോഡിൻ്റെ വശത്തേക്ക് ആഞ്ഞു തള്ളി. അതേ നിമിഷം വലിയൊരു ശബ്ദത്തോടെ ആ ട്രക്ക് വിക്രമിനെ ഇടിച്ചു തെറിപ്പിച്ചു. അനഘ റോഡിലേക്ക് തെറിച്ചു വീണു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വിക്രമിനെയാണ്. അവൻ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് ചോര പടർന്ന ചുണ്ടുകളോടെ അനഘയെ നോക്കി പതുക്കെ പറഞ്ഞു. നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. ആശുപത്രിയുടെ ഐസിയുവിന് മുന്നിൽ അനഘ തളർന്നിരിക്കുകയാണ്. അവളുടെ വസ്ത്രങ്ങളിൽ ഇപ്പോഴും വിക്രമിൻ്റെ ചോരപ്പാടുകളുണ്ട്. തന്നോട് ഇത്രയും ക്രൂരത കാട്ടിയ, തൻ്റെ ജീവിതം നരകമാക്കിയ ആ രാക്ഷസൻ ഒടുവിൽ സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെ രക്ഷിച്ചിരിക്കുന്നു. ഡോക്ടർ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് വന്നു. അനഘ ചാടി എഴുന്നേറ്റു. ഡോക്ടർ! വിക്രം! ഡോക്ടർ മുഖം താഴ്ത്തി. സർജറി കഴിഞ്ഞു. പക്ഷേ അടിയന്തിരമായി തലച്ചോറിന് ഏറ്റ ക്ഷതം ഗുരുതരമാണ്. അവൻ കോമയിലാണ്. ഇനി എന്ന് ബോധം വരുമെന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഒരിക്കലും വന്നില്ലെന്നും വരാം. അനഘ തകർന്നുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. സിദ്ധാർത്ഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിക്രമിൻ്റെ ആരുമില്ലാത്ത ആ വലിയ സാമ്രാജ്യവും കോമയിലായ അവൻ്റെ ശരീരവും നോക്കേണ്ട ഉത്തരവാദിത്തം ഒടുവിൽ അനഘയുടെ കൈകളിലെത്തി. അവൾ വിക്രമിൻ്റെ മുറിയിലേക്ക് നടന്നു ചെന്നു. വെന്റിലേറ്റർ മെഷീൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ആ മുറിയിൽ ചലനമില്ലാതെ കിടക്കുന്ന വിക്രമിൻ്റെ കയ്യിൽ അവൾ പതുക്കെ തൊട്ടു. നീ എന്നോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പില്ല വിക്രം, അവൾ പതുക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവൻ രക്ഷിക്കാൻ നീ കാണിച്ച ആ ഭ്രാന്ത്, അതിനു മുന്നിൽ ഞാൻ തോറ്റുപോയി. നീ എന്ന് കണ്ണു തുറക്കുന്നോ അന്ന് വരെ ഞാൻ ഇവിടെ കാണും. അവളുടെ ഒരു തുള്ളി കണ്ണീർ അവൻ്റെ കൈവെള്ളയിൽ വീണു.
അതേ നിമിഷം വിക്രമിൻ്റെ വിരലുകൾ ചെറുതായി ഒന്ന് ചലിച്ചു. വിക്രമിൻ്റെ വിരലുകൾ ചലിച്ചത് കണ്ട് അനഘയുടെ ശബ്ദം പെട്ടെന്ന് പടപട എടുക്കാൻ തുടങ്ങി. അവൾ തിടുക്കത്തിൽ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നു. ഡോക്ടർമാർ ഓടിയെത്തി വിക്രമിനെ വിശദമായി പരിശോധിച്ചു. കുറച്ച് സമയത്തിന് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്ന ഡോക്ടർ അത്ഭുതത്തോടെ അനഘയോട് പറഞ്ഞു, ഇതൊരു അത്ഭുതമാണ്. അവൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി തിരികെ വരുന്നുണ്ട്. പക്ഷേ അവൻ പൂർണ്ണമായി ബോധത്തിലേക്ക് വരാൻ ഇനിയും സമയമെടുക്കും. അവൻ ജീവനിലേക്ക് തിരികെ വരുന്നത് നിങ്ങളുടെ സാമീപ്യം കൊണ്ടാണ്. ആ വാക്കുകൾ കേട്ട് അനഘ അമ്പരന്നു പോയി. തന്നെ ഉപദ്രവിച്ച വേട്ടയാടിയ ഒരു വ്യക്തിയോട് ഉള്ളിൽ അമർഷവും ദേഷ്യവും ബാക്കി നിൽക്കുമ്പോഴും തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരം തകർത്ത അവൻ്റെ ആ അവസ്ഥ കാണുമ്പോൾ അവൾക്കവൻ വെറുക്കാൻ കഴിഞ്ഞില്ല. മാസങ്ങൾ കടന്നുപോയി. വിക്രമിൻ്റെ വൻ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം അനഘ ഏറ്റെടുത്തു. വിക്രമിൻ്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവൾ കമ്പനി തിരികെ പച്ചപിടിപ്പിച്ചു. ഇതിനിടയിൽ ചതിക്കാൻ ശ്രമിച്ച സിദ്ധാർത്ഥിന് ലണ്ടൻ കോടതി കടുത്ത ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ആശുപത്രി മുറിയിൽ വിക്രമിൻ്റെ കിടക്കക്കരയിൽ ഇരുന്ന് ഫയലുകൾ നോക്കുകയായിരുന്നു അനഘ. പെട്ടെന്ന് അനഘ എന്നൊരു തളർന്ന ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. അനഘ ഞെട്ടി ഫയൽ താഴെയിട്ട് വിക്രമിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ പതിയെ തുറക്കുന്നുണ്ടായിരുന്നു. അവൾ അടുത്തേക്ക് ചെന്നു. വിക്രം, വിക്രം, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? വിക്രം വളരെ പ്രയാസപ്പെട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ പണ്ടത്തെ ആ ക്രൂരതയോ അഹങ്കാരമോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു തരം യാചനയും കുറ്റബോധവും മാത്രമായിരുന്നു. നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? അവൻ അത്ഭുതം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ പണവും അധികാരവും കൊണ്ട് നിന്നെ സ്വന്തമാക്കാൻ നോക്കിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സ്നേഹം പിടിച്ചെടുക്കേണ്ടതല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ചോര റോഡിൽ പറന്നപ്പോഴാണ്. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അനഘ അവനെ നോക്കി കുറച്ച് സമയം നിശബ്ദനായി നിന്നു. പിന്നീട് അവൾ അവൻ്റെ കൈകളിൽ പതുക്കെ തൊട്ടു. കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല വിക്രം. നീ എന്നെ ഏൽപ്പിച്ച മുറിവുകൾ ചെറുതല്ല, അവൾ ശാന്തമായി പറഞ്ഞു. പക്ഷേ ഈ കിടക്കയിൽ കടന്ന് നീ അനുഭവിച്ച വേദനയും എൻ്റെ ജീവന് വേണ്ടി നീ നൽകിയ ചോരയും ആ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമായി ഞാൻ കരുതുന്നു. നിന്നോട് എനിക്കിപ്പോൾ വെറുപ്പില്ല. അപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമോ? അവൻ ഭയത്തോടെ ചോദിച്ചു. അനഘ ചെറുതായി പുഞ്ചിരിച്ചു. പഴയ വിക്രമിൻ്റെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും തിരികെ വരില്ല. പക്ഷേ മാറിയ തെറ്റുകൾ തിരുത്തിയ ഈ വിക്രമിന് ഒരവസരം നൽകാൻ എനിക്ക് മടിയില്ല. എനിക്ക് വേണമെങ്കിൽ നിന്റെ സാമ്രാജ്യം മുഴുവൻ സ്വന്തമാക്കി പടിയിറങ്ങാമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ നിന്നത് നിന്റെ തിരിച്ചുവരവിനായി മാത്രമാണ്. വിക്രം അവളുടെ കൈകൾ അമർത്തിപ്പിടിച്ചു. ആ സ്പർശനത്തിൽ ഇനി ക്രൂരതയോ നിർബന്ധമോ ഉണ്ടായിരുന്നില്ല. പകരം ആഴമുള്ള അനുതാപവും യഥാർത്ഥ പ്രണയവും മാത്രമായിരുന്നു. മഴ പെയ്തൊഴിഞ്ഞ ലണ്ടൻ നഗരത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അനഘയുടെ മനസ്സിൽ ഭയം വിട്ടകന്നിരുന്നു. വിക്രമിൻ്റെ പ്രണയം ഒരു വിഷംപാമ്പിനെ പോലെ ഭയപ്പെടുത്തുന്നതായിരുന്നെങ്കിലും ഇപ്പോൾ ആ വിഷം മാറി അത് ശുദ്ധമായ പ്രണയമായി മാറിയിരിക്കുന്നെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാക്കി മാസങ്ങൾക്ക് ശേഷമുള്ള ആ മടക്കം ഒരു പുതിയ തുടക്കത്തിൻ്റെ വഴിത്തിരിവായിരുന്നു. വിക്രമിൻ്റെ ബംഗ്ലാവിലേക്ക് പോകുന്നതിന് പകരം ലണ്ടൻ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാവുന്ന ലണ്ടൻ ഐക്ക് സമീപമുള്ള ശാന്തമായൊരു കഫേയുടെ ടെറസിലേക്കാണ് അവൻ അനഘയെ കൂട്ടിക്കൊണ്ടുപോയത്. തണുത്ത കാറ്റ് അവരുടെ മുഖത്തേക്ക് തഴുകി തലോടുന്നുണ്ടായിരുന്നു. സന്ധ്യയുടെ രക്തവർണം ആകാശത്ത് പടർന്നു പന്തലിച്ച ആ നിമിഷത്തിൽ ലണ്ടൻ നഗരം മുഴുവൻ ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിന്നു. കഫേയിലെ ഒരു ചെറിയ മേശക്കരികിൽ അവർ ഇരുവർക്കുമായി മെഴുകുതിരി വെളിച്ചത്തിൽ ഡിന്നർ ഒരുക്കിയിരുന്നു. മുൻപ് ഒരിക്കലും കാണാത്തത്ര സൗമ്യനും ശാന്തനുമായിരുന്നു വിക്രം. അനഘ തണുപ്പ് താങ്ങാനാവാതെ വസ്ത്രം ഒതുക്കി പിടിച്ചപ്പോൾ വിക്രം പതുക്കെ എഴുന്നേറ്റ് തൻ്റെ കൂട്ട് ഊരി വാങ്ങി അവളുടെ തോളിലേക്ക് പുതപ്പിച്ചു കൊടുത്തു. അവൻ്റെ ഈ കരുതൽ അവളൊരു ചെറിയ കുളിർ കോരിയിട്ടു. അവൻ്റെ കൈകൾ അവളുടെ തോളിൽ തൊട്ടപ്പോൾ പണ്ടത്തെ പോലെ ഭയമല്ല, മറിച്ച് വിറക്കുന്ന ഹൃദയമിടിപ്പാണ് അവൾ അനുഭവപ്പെട്ടത്. വിക്രം അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അനഘ ഞെട്ടിപ്പോയി. വിക്രം,
നീ എന്തായി കാണിക്കുന്നത്? എഴുന്നേൽക്കൂ, ആളുകൾ നോക്കുന്നുണ്ട്. ഇല്ല അനഘ. വിക്രം അവളുടെ 2 കൈകളും തൻ്റെ കൈകൾക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. പണം കൊണ്ടും ബലം കൊണ്ടും ഒരു പെണ്ണിൻ്റെ ശരീരത്തെ കീഴടക്കാം, പക്ഷേ അവളുടെ ഹൃദയം നേടിയെടുക്കാൻ പ്രണയം മാത്രം മതി എന്ന് നീ എന്നെ പഠിപ്പിച്ചു. അന്ന് നിന്റെ മേൽ വീണ ആ മുറിവുകൾക്ക് പകരം എൻ്റെ ആയുസ് മുഴുവൻ നിന്റെ രാജ്ഞിയെപ്പോലെ നോക്കി ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെട്ടി പുറത്തെടുത്തു. അതിൽ തിളങ്ങുന്ന ഡയമണ്ട് റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ അധികാരത്തിന് മുന്നിൽ തല കുനിക്കാത്ത എൻ്റെ ജീവനായി മാറിയ അനഘ ഈ മാറിക്കഴിഞ്ഞ വിക്രമിൻ്റെ കൂടെ ഒരേ ഒരു പ്രണയമായി ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമോ? വില്യു മേരിമി? അനഘയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദക്കണ്ണീർ ഇറ്റുവീണു. പണ്ട് ഭയത്തോടെ കണ്ട ആ രാക്ഷസന്റെ സ്ഥാനത്ത് ഇന്ന് തനിക്കായി ജീവൻ നൽകാൻ മടിയാകാത്ത യഥാർത്ഥ കാമുകനെയാണ് അവൾ കണ്ടത്. അവൾ ഒട്ടും ആലോചിക്കാതെ തൻ്റെ വിരൽ അവന് നീട്ടിക്കൊടുത്തു. വിക്രം, ഐ വിൽ. വിക്രം പുഞ്ചിരിയോടെ ആ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. അവൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ കൈകളിൽ കോരിയെടുത്ത് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ഉമ്മവച്ചു. ലണ്ടനിലെ തണുത്ത കാറ്റിൽ മെഴുകുതിരി നാളത്തിൻ്റെ വെളിച്ചത്തിൽ അനഘ വിക്രമിൻ്റെ മാറിൽ തല ചായ്ച്ചു നിന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ ഹൃദയമുടിപ്പുകൾ ഒരേ താളത്തിൽ വീണ്ടും ഒന്നാവുകയായിരുന്നു.